അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. വബിഹി നസ്തഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസികും ഇബാദല്ലാഹ് വനഫ്സി ബിത്തഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിഹിൽ കരീം. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്തവരാണ് നമ്മൾ. കുറ്റം ചെയ്യാത്തവരായി ആരുണ്ട് എന്നതാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെറിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ വേണ്ടി ഏറ്റിട്ടുള്ളത്. അതുകൊണ്ട് തെറ്റ് ചെയ്യാത്തവരായി ഭൂമിയിൽ ആരുമില്ല എന്നത് അള്ളാഹുവിന് അങ്ങനൊരു അഭിപ്രായം അള്ളാഹ്ക്കനുണ്ട്. മനുഷ്യന്മാർക്ക് തെറ്റുവരും. റസൂലുള്ള പറഞ്ഞു, കുല്ലു ബനി ആദം ഖത്താ, ആദമിൻ്റെ മക്കളെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ തെറ്റിൽ ഒലം യുസിറു അലൽ ഹിൻസിൽ അലീം, ഗുരുതരമായ പാപങ്ങളിൽ ഉറച്ചു നിൽക്കൂല. ആര്? വിശ്വാസികൾ. അതുകൊണ്ടാണ് ഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ തെറ്റ് തിരുത്തി തൗബ ചെയ്യുന്നവരാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറഞ്ഞു, തെറ്റുകൾ ചെയ്ത ആളുകളോട്. തെറ്റുകൾ ചെയ്യുന്നത് പലരും തെറ്റുകൾ ചെയ്യുമ്പോൾ മറക്കുന്നത് മുഴുവനും ജനങ്ങളിൽ നിന്നാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യസ്തഖ്ഫൂന മിനൻ നാസ്, തെറ്റ് ചെയ്യുന്നവരും കുറ്റവാളികളും ജനങ്ങളിൽ നിന്നാണ് തെറ്റുകൾ മറച്ചു വെക്കുന്നത്. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അവർക്ക് അള്ളാഹുവിൽ നിന്ന് മറക്കാൻ കഴിയില്ല. വഹുവ മഅക്കും, ഏത് സന്ദർഭത്തിലും അള്ളാഹു കൂടെയുണ്ട്. അതുകൊണ്ട് തെറ്റ് ചെയ്യുന്നവർ ഓർക്കുക, തെറ്റ് ചെയ്യാത്ത ആളുകൾ സ്വാഭാവികമായി ഈ ഭൂമിയിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അത് ഓരോ തെറ്റുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, തൂബു ഇലല്ലാഹി ജമിയാൻ. സൂറത്തുൻ നൂറിൽ 31-ാമത്തെ ആയത്ത് പരിശോധിച്ചാൽ കാണാം, തൂബു ഇലല്ലാഹി ജമിയാൻ, എല്ലാവരും തൗബ ചെയ്യണം. അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ. അപ്പോൾ വിശ്വാസികളായ ആളുകൾക്കും തെറ്റ് വരുന്നതാണല്ലോ, അല്ലെങ്കിൽ തെറ്റൊന്നും വരില്ലാണ്ടേ പറഞ്ഞല്ലോ. എല്ലാവരും തൂബൂ ഇലല്ലാഹി ജമിയൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ. അപ്പോൾ തൗബ ചെയ്താൽ മതി തെറ്റ് വന്നാൽ. നമുക്ക് ഈ ആയത്തിനെ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വിശദീകരിച്ച ഒരു ഭാഗമുണ്ട്, അതൊന്ന് കേൾക്കാം. ഈ ആയത്തിന് അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ്. മഹാനായ അല്ലാമ ഷെയ്ഖുൽ ഇസ്ലാം വിശദീകരിക്കുകയാണ്. മിൻഹ അന്ന അംറഹു ലി ജമീഇൽ മുഅ്മിനീൻ, ഈ ആയത്തിൽ മുഴുവൻ മുഅ്മിനീങ്ങളോടുമാണ് കൽപ്പന. ബി തൗബത്തി ഫി ഹാദ സിയാഖ്, ഈ സന്ദർഭത്തിൽ ഇത്തരം സാഹചര്യങ്ങളിൽ എല്ലാവരും തൗബ ചെയ്യണമെന്നാണ് ഈ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. തൻബീഹുൻ അലാ അന്നഹു ലാ യഖ്ലു മുഅ്മിൻ മിൻ ബഅദി ഹാദിഹി ദുനൂബ്, ചില തെറ്റുകളിൽ നിന്ന് മുഅ്മിനുകൾ പോലും ഒഴിവാവുകയില്ല എന്നാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. തെറ്റുകൾ ചിലപ്പോൾ മുസ്തഖ്സിറുൻ, ചിലപ്പോൾ ചിലർക്ക് അധികം ഉണ്ടാവും. മുസ്തഖിലും ചിലർക്ക് കുറവായിരിക്കും, ഖലീലായിരിക്കും, ചിലർക്ക് ഗസീറായിരിക്കും. മുസ്തഖ്സിറുണ്ടാവും, മുസ്തഖിലും ഉണ്ടാവും, അല്ലേ? എന്നാൽ ഈ എല്ലാ തെറ്റുകളും മനുഷ്യ സഹജമായി മനുഷ്യന്മാർക്ക് വരാം. അങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ കതബ അല ഇബ്നു ആദം, ആദമിൻ്റെ മക്കളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദ്ദഉ മിന ദിന, വ്യഭിചാരത്തിൽ നിന്നൊരംശം ആദമിൻ്റെ മക്കൾക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് പറയണം, അദ്റക്കദാലിക ലാ മഹാല, അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഇമാം മുസ്ലിം ഉദ്ധരിച്ച അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പം എന്താ കാരണം? മനുഷ്യന്മാർക്കൊക്കെ തെറ്റ് വരും, അതിൽ സംശയമൊന്നുമില്ല. എന്നിട്ട് പറയണം, ആ സംശയമില്ലാത്ത തെറ്റുകൾ മനുഷ്യന്മാർക്ക്. ഇപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കും? എല്ലാവരിലൊന്നും മൂലയിൽ വരില്ല എന്ന് പറയും, അല്ലേ? നമുക്ക് നോക്കാം. ആ സംഭവം പറഞ്ഞതിന് ശേഷം റസൂല പറഞ്ഞു, ഫസിനൽ ഐൻ, കണ്ണിന് വ്യഭിചാരമുണ്ട്. അന്നതൊരു നോട്ടം, നോട്ടം കൊണ്ട് വ്യഭിചരിക്കാത്ത ആരാപ്പോൾ ഭൂമിയിൽ? ഏത് മനുഷ്യനല്ല? സംശയമില്ല വരും. ആരാ ഉള്ളത്? ഏത് പ്രായക്കാരുള്ളത്? ലാ മഹാല. വസിനൽ ലിസാൻ, നാവിൻ്റെ വ്യഭിചാരം. അൽ മൻതിഖ്, അത് ചിലപ്പോൾ പ്രായം വരുമ്പോൾ കുറഞ്ഞു വരും.
പ്രായം കുറഞ്ഞവർക്ക് കൂടും സംസാരം, അശ്ലീലം സംസാരിക്കൽ അല്ലേ, അത് സംസാരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം ഉണ്ടാകുക. അപ്പം സിനൽ ലിസാൻ, ആ കുറ്റത്തിൽ നിന്ന് ഒഴിവായാലാരാ? പിന്നെ വൻ നഫ്സ്, മനുഷ്യൻ്റെ മനസ്സ് ഭയങ്കര പേടകാണ്, ഹൈ സ്പീഡിൽ യാത്ര പോകുന്ന അല്ലേ, ഒരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ അങ്ങനെ മനസ്സ് പാറി പോകും. അത് പറഞ്ഞെന്താ? തമന്നാവത്തസ്തഹി, അത് ആഗ്രഹിക്കുകയും മോഹിക്കുകയും ചെയ്യും അല്ലേ. ഏതൊരു പെണ്ണെ കണ്ടാലും മനസ്സ് പോയി മോഹിക്കും. നമ്മൾ മോഹിച്ചത് നമ്മൾ ചെയ്തോ ഇല്ല എന്നുള്ളതല്ല, മനസ്സ് മോഹിക്കും, ആഗ്രഹിക്കും. വൽ ഫർജ് യുസദ്ദിഖു, ചില ആളുകളുടെ ജനനേന്ദ്രിയ അത് സത്യപ്പെടുത്തും. ഇത് മനസ്സാഗ്രഹിച്ചത്, മോഹിച്ചത്, സംസാരിച്ചത് അല്ലേ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നാവ് കൊണ്ടുള്ള വ്യഭിചാരം ശരിക്കും നടക്കുന്നില്ലേ? മൊബൈലിൽ എന്താ നടക്കുന്നത്? ചാറ്റിങ് എന്താ നടക്കുന്നത്? ഇത് തന്നെയല്ലേ, അശ്ലീല ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്നത് സ്വന്തം അവയവത്തിൻ്റെ അല്ലേ. അപ്പം അതാണ് ഇതിൽ നിന്നൊക്കെ ഒഴിവായവരാരാണുള്ളത്? എന്നിട്ട് പറയാണ് വൽ ഫർജു യുസദ്ദിഖു ദാലിക വയുകദ്ദിബു, ചില ആളുകൾ ഈ കണ്ടതെല്ലാം ഈ പറഞ്ഞതെല്ലാം സത്യപ്പെടുത്തും, ചിലവരെ ജനനേന്ദ്രിയം, ചിലർ തള്ളിക്കളയും. അതെനിക്ക് പാടില്ല, അത് അള്ളാഹുവിൽ നിന്ന് ശിക്ഷ കിട്ടുന്ന കാര്യമാണ്, ഒഴിവാകും അല്ലേ. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ഫമിൻ ഹാദൽ ഹദീസ് യഅലമുൽ അബ്ദ്, ഈ ഹദീസിന് മനുഷ്യന്മാർ മനസ്സിലാക്കേണ്ടത് അന്നഹു വാഖിഉൻ ഫി ദുനിയ ലാ മഹാല, ദുനിയാവിൽ ഇത്തരം തെറ്റുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം, സംശയമില്ല. ലാ മഹാല. എന്നാലോ വഅല്ല യുസിറ അലാ മാ ഫഅൽ, പ്രവൃത്തി തെറ്റിൽ ഉറച്ചു നിൽക്കാതിരുന്നാൽ മതി, പ്രവൃത്തി തെറ്റിൽ ഉറച്ചു നിൽക്കാൻ നിൽക്കുക. എന്നിട്ട് പറയാം ഫലൈസൽ ഹദീസ് ഉദറൻ ലിർത്തിക്കാബി ദുനൂബ്, തെറ്റ് ചെയ്യാനുള്ളൊരു പ്രോത്സാഹനമല്ല ഈ വിശദീകരണം. വലാകിന്നഹു, പക്ഷേ യദ്ഉലി തൗബത്തി വൽ മുബാദറ, എത്രയും പെട്ടെന്ന് തൗബ ചെയ്യാനുള്ള ക്ഷണമാണ്. അല്ലാണ്ട് ഇത് ഇങ്ങനെ മനുഷ്യന്മാർക്കൊക്കെ തെറ്റ് വരും, അതുകൊണ്ട് ഒരു കുറ്റം ചെയ്യാത്തവരാരുമില്ല, ആർക്കും വരാം എന്ന് വളരെ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിയല്ല, തൗബയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈ ഹദീസ് വിശദീകരിച്ചതാണ് ഷറഹിൽ. മനസ്സിലായി? അപ്പോൾ ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നതാ. ഇതുപോലെ ഖുദ്സിയ ഒരു ഹദീസും കൂടി നമുക്ക് കേൾക്കാം. അള്ളാഹു പറഞ്ഞു നമ്മളോട്, യാ അയ്യുഹൽ ആമനു, വിശ്വസിച്ചവരെ, തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹ, ആത്മാർത്ഥമായി തൗബ ചെയ്യണം. അല്ലാണ്ട് തൗബ ഞാനൊരു തെറ്റിയതുണ്ട് പടച്ചോനെ മാപ്പ് വേണ്ട എന്ന് പറയുക, എന്നിട്ട് പടച്ചോനോട് കേണപേക്ഷിക്കുക, അതൊക്കെ കഴിഞ്ഞ് റമളാൻ കഴിഞ്ഞ് ഷവ്വാലിന് വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുക, അതല്ല. അതുകൊണ്ടാണ് തൗബത്തൻ നസുഹ എന്ന് സൂറത്ത് തഹരീമിൽ പറയാൻ കാരണം. യാ അയ്യുഹൽ ആമനു തൂബു തൗബത്തൻ നസുഹ, ആത്മാർത്ഥമായി തൗബ ചെയ്യണം. റസൂല പറയാണ് യാ ഇബാദി, ഖുദ്സി ഹദീസാണ്, ഖുദ്സി ഹദീസാണ്. അപ്പോൾ ഖുർആനിന് അവിടെ ഒത്തു കിടക്കുന്ന ഹദീസാണ്. അതുകൊണ്ടാണ് യാ ഇബാദി എന്ന് അള്ള വിളിക്കുന്നത്, എൻ്റെ ദാസന്മാരെ, ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, നിങ്ങൾ രാവും പകലും ഒക്കെ തെറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലേ? മനസ്സുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ലേ? കണ്ണുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ലേ? നാവുകൊണ്ട് ചെയ്യുന്നില്ലേ? ചിലർ സാമ്പത്തികമായി ചെയ്യുന്നില്ലേ? ചിലർ കള്ളുടിക്കുന്നില്ലേ? ചിലർ ആളെ കൊല്ലുന്നില്ലേ? ഇന്നക്കും തുഖ്തിഊന ബില്ലൈൽ വന്നഹാർ വാന അഗ്ഫിറു ദുനൂബ ജമിയ, മുഴുവൻ പാപം ഞാൻ പുറത്തു തരാം. അല്ല പറയാ ഖുദ്സി ഹദീസ, വാന അഗ്ഫിറു ദുനൂബ ജമിയൻ വലാ ഉബാലി, നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഇതുവരെ ചെയ്ത ഒരു കുറ്റവും പരിഗണിക്കൂല, നിങ്ങൾക്ക് മാപ്പ് തരും. ലാ ഉബാലി, അതുകൊണ്ട് ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, നിങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടിക്കോളി, ഞാൻ പുറത്തു തരാം. അതുകൊണ്ടാണ് ഖുർആൻ എന്ന് പറഞ്ഞു തൂബു ഇലല്ലാഹി ജമിയൻ അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ നിങ്ങളെല്ലാവരും തൗബ ചെയ്യണം, ലഅല്ലക്കും തുഫ്ലിഹൂൻ, അള്ളാഹു വിജയിപ്പിക്കാൻ വേണ്ടി. അപ്പം വിജയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം കൂടി, തെറ്റുകൾ മനുഷ്യ സഹജമാണ്. തെറ്റുകൾ തൗബ ചെയ്യാതെ ഇസ്തിഗ്ഫാർ ചെയ്യാതെ നമ്മുടെ ശരീരവുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ചില ആപത്തുകളെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ആപത്ത് അൽ ഹിജാബു ബൈനൽ അബ്ദി വ ബൈനല്ലാഹി തആല, അള്ളാഹുവിൻ്റെയും നമ്മളുടെയും ഇടയിൽ ഒരു മറ വീഴും. പിന്നെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അള്ള എടുക്കൂല. കാരണം നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ നമ്മളെ മൊബൈൽ ഹാങ്ങായാൽ ഉണ്ടാവും. തെറ്റുകൾ വന്ന് കൂമ്പാരമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും തൗബയൊന്നും അള്ള എടുക്കൂല. അപ്പോൾ തെറ്റ് വരുമ്പോൾ, ഫാഹിഷത്ത് വന്നാൽ അപ്പം തന്നെ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങണം കേട്ടോ. അത് ദുനിയാവിൽ അള്ളാഹു സ്വീകരിക്കില്ല. എന്നാലോ തെറ്റുകളുടെ കൂമ്പാരവുമായി ജീവിച്ച് അവസാനം മരിച്ച് അത്തെറ്റോടുകൂടി തൗബ ചെയ്യാതെ, എന്നാലോ അള്ളാഹു പറയുന്നു കല്ലാ ഇന്നഹും യൗമൈദിൻ ലമഹ്ജൂബൂൻ, പരലോകത്ത് അള്ളാഹുവുമായൊരു മറ അവിടെയും വീഴും. ഇവിടുന്ന് പ്രാർത്ഥനയ്ക്കും ദിക്റുകൾക്കും ദുആകളൊന്നും സ്വീകരിക്കാത്ത മറ വന്നു, പരലോകത്തെത്തിയപ്പോൾ അള്ളാഹിനെ കാണാനുള്ള ഒരു മറ അവിടെയും വരും കേട്ടോ.
അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ പറയുന്നെന്താ, യുവഹിഷുൽ മഖ്ലൂഖ് മിനൽ ഖാലിഖ്, സിട്ടാവിൽ നിന്ന് സൃഷ്ടി ഒറ്റപ്പെടും. കണ്ടമാനം തെറ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി അള്ളാഹിൽ നിന്ന് ഒറ്റപ്പെട്ടു. പിന്നെ ആ ആൾക്ക് അള്ളാഹുമായൊരു ബന്ധം ഉണ്ടാവില്ല. എത്ര ബന്ധപ്പെടാൻ വിചാരിച്ചാൽ കഴിയൂല. കാരണം അത്രയും തിന്മകൾ നിറഞ്ഞ് അശ്ലീലം നിറഞ്ഞെടുക്കുകയാണ്. മോളെ കാണുമ്പോഴും അശ്ലീല ഓർക്കുക, ഉമ്മനെ കാണുമ്പോഴും അശ്ലീല ഓർക്കുക. മനസ്സിലായി? നാട്ടിൽ ഏത് പെണ്ണെ കണ്ടാലും സെക്സാണ് ആലോചിക്കുക. അത്തരം ആളുകൾ ഭൂമിയിൽ ഒരുപാടുണ്ട്. അവർ അള്ളാഹുവിൽ നിന്ന് ഒറ്റപ്പെടും. പിന്നെയോ കആബത്തുൻ ദായിമ, നിരന്തരമായ നിത്യമായ നിതാന്തമായ ടെൻഷൻ ഒഴിഞ്ഞൊരു സമയം ഉണ്ടാവില്ല. കുറ്റവാളികൾക്ക് ടെൻഷൻ ഒഴിവാവുമല്ലോ, നിരന്തരമായ ടെൻഷൻ ഉണ്ടാവും. നക്കിദുൻ ഫിൽ മഈഷ, ജീവിതത്തിൽ എത്ര കിട്ടിയാലും എത്ര പൈസ കിട്ടിയാലും മതിയാവാത്ത അവസ്ഥ. കാരണം അശ്ലീലങ്ങൾ ചെലവാക്കാനേ ഉണ്ടാവുള്ളൂ. എത്ര കിട്ടിയാലും മതിയാവില്ല കേട്ടോ. പിന്നെ അത് നമുക്ക് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒമൻ ആറലാൻ ദിക്രി ഫൈന ലഹു മഈഷത്തൻ ലങ്ക, അള്ളാഹുവിൽ നിന്ന് അകന്ന് ജീവിച്ചാൽ മഈഷത്തിന് തികയാത്തൊരു ജീവിതം അല്ലാഹ് തരും, ഇടുങ്ങിയ അല്ലേ. പിന്നെ ഇങ്ങനെ അശ്ലീലങ്ങളും തെമ്മാടുത്തങ്ങളും കണ്ട് ജീവിക്കുന്ന ആൾക്ക് എത്ര ഉപദേശം കേട്ടാലും കൽബിൽക്ക് കയറൂല. കുലൂബുഹും കാസി, അവരുടെ മനസ്സ് കടുത്തിട്ടുണ്ടാവും. തിന്മകൾ ചെയ്ത് കുറ്റങ്ങൾ പേറി തൗബ ചെയ്യാണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യാണ്ട് അട്ടിക്കിട്ടാൽ കൽബെന്താവും, കഠിനമാവും കേട്ടോ. പിന്നെ ഇസ്വദ്ദത്ത് വുജൂഹും, അവരുടെ മുഖം കറുത്തിരുളും, മുഖത്തിൻ്റെ നൂറ് പോയി പോകും, ആ ഗാംഭീര്യം അതൊക്കെ നഷ്ടപ്പെടും. ലീക്കുൻ ഫിറിസ്ക്, ഉപജീവനത്തിൽ അങ്ങേയറ്റത്തെ പ്രയാസമല്ല തരും കേട്ടോ. ഒന്നും കൂടി പറയാം. വലബുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ കാരുണ്യകനായ അള്ളാഹ്ക്ക് കോപം വരും. കാരുണ്യകൻ്റെ ഒലബുല്ല എന്നല്ല പറഞ്ഞാൽ അള്ളാഹ്ക്ക് കോപം വരുന്നില്ല. ഒലബുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹ്ക്ക് കോപം വരും. എന്തിന്? തൗബ ചെയ്യാതെ ഇസ്തിഗ്ഫാർ ചെയ്യാതെ തിന്മകൾ ഇങ്ങനെ കൂമ്പാരമാക്കി അള്ളാഹിനോടൊന്നും പറയാതെ അള്ളാഹുവിനോട് അടുക്കാതെ തെറ്റുകൾ തിരുത്താതെ ജീവിക്കുന്ന ആളുകളോട് അള്ളാഹ്ക്ക് കോപം വരും. ഒലബുർ റഹ്മാൻ. നഖ്സുൽ ഈമാൻ, എന്തെങ്കിലും ഒരു അംശം ഈമാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കുറഞ്ഞു പോകും, പിന്നെ നിൽക്കൂല, ഈമാൻ അടക്കൂല. ഹുലൂലുൽ മസായിബി വൽ അഹ്സാൻ, ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും വന്നിറങ്ങും. ഇറങ്ങിയില്ലേ? ഇനി എന്താ ഇറങ്ങേണ്ടത്? ആപത്തുകൾ വന്നിറങ്ങും, ദുഃഖങ്ങളും വന്നില്ലേ? ആർക്കാ ദുഃഖമില്ലാത്തത്? ഇനിയിപ്പോൾ ദുഃഖം ഒരല്പനേരം ഒന്ന് വഴിമാറ്റി തന്നാലോ, അള്ളാഹു ഒന്ന് വഴിമാറ്റി തന്നാലോ, അപ്പോഴേക്കും നമ്മളെ കളി മാറി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടി, കോഴിക്കോട് ടൗണിൻ്റെ അകത്തുള്ള ഒരു ചുരിദാർ വാങ്ങാൻ വന്ന പെണ്ണ് 5 പെണ്ണുങ്ങളീറ്റാ വരിക. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതാണോ മുസ്ലിം? ഇതാണോ പെരുന്നാൾ? ഇതാണോ നോമ്പ്? ഇതാണോ അവർ നേടിയ ദീനിൽ? ഈ ആപത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും കരുതൽ വേണം, ജാഗ്രത വേണം. അല്ലാതെ ആരെങ്കിലും പറഞ്ഞതനുസരിച്ച് അങ്ങോട്ട് ഇറങ്ങി നടക്കുകയല്ല ഉണ്ട്. പക്ഷേ 4-5 ആളുകളാണ് ഒരു ചുരിദാർ വാങ്ങാൻ. ഓരോ ഷോപ്പുകളിലും ആളുകൾ നിറഞ്ഞു. നമുക്കെന്താ പെരുന്നാൾക്ക് ഡ്രസ്സ് ഇട്ടില്ല? എന്താ ഒരു സുന്നത്ത്? ഒരു പുതിയ ഡ്രസ്സുള്ള സുന്നത്താണ്. ഇവിടെ ആ സുന്നത്തിട്ടിരിക്കുന്നത് എങ്ങനെ? മാറും മൂലയൊക്കെ പുറത്തേക്ക് കാണിച്ചിട്ടാണ് അല്ലേ? എന്താ നിങ്ങൾ പറഞ്ഞത്? അങ്ങനത്തെ ചുരിദാർ, അതിനെന്താ പറയുക, ബീക്കളാകുമ്പോൾ ആ ചുരിദാറായിട്ടിരിക്കുന്നത്. എന്നിട്ട് അത് സുന്നത്തെടുക്കാൻ വേണ്ടി പോവുക. ഈ ലോകത്തെ മുഴുവനും ലോക്ക്ഡൗൺ ആക്കാൻ. മനസ്സിലായി? ലോകത്തുള്ള ഒരുപാട് മനുഷ്യന്മാർ നല്ല കാര്യങ്ങൾ ചെയ്യാനോ നല്ല കാര്യങ്ങൾ പറയാനോ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനോ വേണ്ടിയല്ല, തിന്മകൾക്ക് വേണ്ടിയാണ്. എന്നിട്ട് അവിടെ പോയിട്ടോ ആ പീഡിയക്കാരനോട് കൊഞ്ചുക പോയിട്ട് അല്ലേ? എന്നിട്ടോ ആ പീഡിയക്കാരനും കൊടുത്ത് കൊറോണ, നടന്നു വരുന്ന വഴിക്ക് പലർക്കും കൊടുത്ത് അല്ലേ? ഇപ്പോൾ കോഴിക്കോടിൻ്റെ സ്ഥിതി എന്താ? ഒരു കരുതൽ വേണ്ടേ? കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾ തൗബ ചെയ്യണം. എന്ത് കുറ്റമല്ലേ? വലിയ കുറ്റമല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ സുന്നത്തിനെതിരല്ലേ? ഒരു രോഗമുള്ള സ്ഥലത്തേക്ക് പോകരുത്, രോഗമുള്ളോടൊന്നും യാത്ര വേറെ പോകരുത്. ഇതൊക്കെ റസൂൽ നേരത്തെ പഠിപ്പിച്ചല്ലേ? ഈ സുന്നത്തൊന്നും വേണ്ട. പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കയില്ല. പെരുന്നാൾ നിസ്കാരം അങ്ങനെ ഈ പള്ളിയിൽ വെച്ച് നടത്താൻ അള്ളാഹു അവസരം നൽകിയാൽ മതി. അതിനുള്ളൊരു പ്രാർത്ഥനയില്ല. കാരണം കുറേ ആളുകളുടെ ഒരു എന്താ പറയുക, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കൊല്ലത്തിൽ 2 പെരുന്നാളെ മുസ്ലിങ്ങൾക്കുള്ളൂ. 2 ആഘോഷമുള്ളൂ. ആ 2 ആഘോഷമുണ്ട്. അതിലൊന്നാണ് ഈദുൽ ഫിത്തർ. ഏതായിരുന്നാലും ഖേദിച്ച് മടങ്ങുക, തെറ്റുകളിൽ നിന്ന് വഴിമാറുക, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണം. ഒലബുർ റഹ്മാൻ വ നഖ്സുൽ ഈമാൻ വ ഹുലൂലുൽ മസായിബി വൽ അഹ്സാൻ, ദുഃഖങ്ങളും പ്രയാസങ്ങളുമൊക്കെ നമ്മളുടെ തിന്മകളും നമ്മളുടെ കുറ്റങ്ങൾ കൂമ്പാരമാകുമ്പോൾ നമ്മുടെ നേരെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കുറ്റങ്ങൾ കുറച്ച് അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന, അതുവഴി
അള്ളാഹു നമുക്ക് ഇറക്കിത്തരുന്ന മുസീബത്തുകളിൽ നിന്ന്, നമ്മളുടെ ദുഃഖങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം മുക്തരാക്കട്ടെ. നമ്മെ അള്ളാഹു അവൻ്റെ കുടുംബസമേതം അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാനും തൗബ ചെയ്യാനും പറ്റിയ ഏറ്റവും മനോഹരമായ സന്ദർഭമാണ് പരിശുദ്ധ റമദാൻ. ഓർക്കുക, ഓരോ സമയവും ദിക്റുകളോടുകൂടി ഔറാദുകളോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള നല്ല മനസ്സായി ജീവിക്കുക. അള്ളാഹു നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിച്ചു പിരിഞ്ഞ് നല്ലവരായി റബ്ബിൻ്റെ കോടതിയിൽ ഒത്തുകൂടാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.